വിശുദ്ധമായ ഖുർആനിലും ഹദീസിലും പറയപ്പെട്ടിട്ടുള്ള ഒരു ഫ്രൂട്ട് ഉണ്ട്, ഒരു പഴം. ഇതൊരു പഴമാണ്, ഇതൊരു ഭക്ഷണമായി ഉപയോഗിക്കാം, ഇതൊരു മരുന്നായി ഉപയോഗിക്കാം. എന്താണ് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല സൂചിപ്പിച്ചതുപോലെ അത്തിപ്പഴം. ഈ അത്തിപ്പഴം അതിൻ്റെ ശ്രേഷ്ഠത എന്താണ്, അതിൻ്റെ ഗുണമെന്താണ്, അത് കഴിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുകയാണ്. ഈ അത്തിപ്പഴം എന്ന് പറഞ്ഞാൽ അത് വലിയ കാശുകാർ കഴിക്കുന്നതാ, വലിയ ഗൾഫുകാർ കഴിക്കുന്നതാ, പാവപ്പെട്ട ഞങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റൂല, അത് ഞങ്ങൾക്ക് കഴിക്കണമെന്ന് ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകൾ ചിലപ്പോൾ വീഡിയോ തന്നെ കാണാൻ വഴിയില്ല. ഉസ്താദ് ഇതൊക്കെ വലിയ കാശുകാർ കഴിക്കുന്ന ഫ്രൂട്ടാണ്. അല്ല, ഇത് നമുക്കും കഴിക്കാം, നമ്മളും കഴിക്കേണ്ടതാണ്. കാരണം അള്ളാഹു ഇത് എല്ലാവർക്കുമായിട്ടാണ് സൃഷ്ടിച്ചത്. നമ്മൾ എത്രയോ പൈസ മുടക്കി എത്രയോ സാധനങ്ങൾ വാങ്ങി കഴിക്കുന്നു. ഈ ഫ്രൂട്ട് ഒന്ന് വാങ്ങി നമ്മളൊന്ന് കഴിച്ചു നോക്ക്. അത്ഭുതപ്പെടുത്തുന്ന ശാരീരികമായ മാറ്റങ്ങൾ, മാനസികമായ സന്തോഷങ്ങൾ ഈ ഫ്രൂട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ അത്തിപ്പഴം കഴിച്ചാലുള്ള 22 നേട്ടങ്ങൾ വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ, ഹദീസിൽ പറഞ്ഞ, സ്വഹാബിമാരോട് നബി തങ്ങൾ കഴിക്കാൻ പറഞ്ഞ, സ്വഹാബിമാർ കഴിച്ച അത്ഭുത ഫ്രൂട്ട് കേട്ടു നോക്കൂ അവസാനം വരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ, സലാമത്തിൻ്റെ, ബറക്കത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെയൊക്കെ കയ്യെത്തും ദൂരത്തുള്ള ഒരു ചെറിയ ഫ്രൂട്ടാണ്, ചെറിയൊരു പഴമാണ്. വിശുദ്ധമായ ഖുർആനിലും ഹദീസിലും ഇതിനെ വ്യക്തമായി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, വിശുദ്ധമായ ഖുർആനിൽ നമ്മളൊക്കെ ഓതുന്നൊരു സൂറത്താണ് സൂറത്തു തീൻ. അതിൻ്റെ ആദ്യത്തെ ആയത്ത് തന്നെ വത്തീനി വസ്സൈത്തൂൻ എന്നാണ്. അത്തിമരത്തെ തന്നെയാണ് സത്യം, സൈത്തൂൻ മരത്തെ തന്നെയാണ് സത്യം. അത്തിമരം അല്ലെങ്കിൽ അത്തിപ്പഴം, അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അത്തിപ്പഴം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, പല ആളുകളും കഴിച്ചിട്ടുണ്ട്, എന്നാലും കഴിക്കാത്ത ആളുകളുണ്ടാകും. അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതയുമൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ പല ആളുകളും ഈ വീഡിയോ കാണൂല. കാരണം അത്തിപ്പഴമോ, അതൊക്കെ ഭയങ്കര വിലയുള്ള ഒരു ഫ്രൂട്ടാണ്, അതൊക്കെ ഭയങ്കര വിലയുള്ള പഴമാണ്, അതൊന്നും ഏതായാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല, നമ്മൾ വാങ്ങൂല, പിന്നെ എന്തിനാ കേൾക്കുന്നത് എന്ന് പറഞ്ഞ് പല ആളുകളും ഒരു പക്ഷേ ഈ വീഡിയോ കാണുക പോലുമില്ല. വല്ല മാങ്ങയെ പറ്റിയോ തേങ്ങയെ പറ്റിയോ ചക്കയെ പറ്റിയോ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സ്ഥിരമായി കിട്ടുന്നതാണ്, അതുകൊണ്ട് അത് ഞങ്ങൾ കേൾക്കാം. പക്ഷേ ഈ അത്തിപ്പഴം, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈത്തപ്പഴത്തിൻ്റെ ഒരു ശ്രേഷ്ഠതയും ഈത്തപ്പഴം കഴിച്ചാലുള്ള ഗുണവുമൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, സന്തോഷം പങ്കുവെക്കുക. ഒരുപാട് പേര് അതിൻ്റെ താഴെ കമൻറ്റ് എഴുതിയിട്ടുണ്ട്, ഉസ്താദ് ഞങ്ങൾ റമദാനിൽ കഴിച്ചു, പിന്നെ ഞങ്ങളത് നിർത്തി, അതായത് പിന്നെ കഴിക്കുന്നത്, പിന്നെ എന്തിനാ കഴിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ, നോമ്പില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ആരും അങ്ങനെ കഴിക്കാറില്ല. ഉസ്താദിൻ്റെ വീഡിയോക്ക് ശേഷം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈത്തപ്പഴം വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് അജുവ ഈത്തപ്പഴം തന്നെ വാങ്ങുന്നുണ്ട്, അല്പം വില കൂടിയാലും കുഴപ്പമില്ല, അങ്ങനെ കമൻറ്റ് എഴുതിയ ആളുകളുണ്ട്. അതുപോലെ തന്നെ വല്ലപ്പുഴ ഭാഗത്ത് നിന്നും ഒരു കുടുംബം അൽഹംദുലില്ലാ നമ്മളെ കാണാൻ വേണ്ടി വരികയും ഒരു കുറച്ച് ഈത്തപ്പഴം നമുക്ക് തരികയും ചെയ്തിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങളുടെ ഈത്തപ്പഴത്തിൻ്റെ വീഡിയോ ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പങ്ക് ഉസ്താദിന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു സഹോദരനും ഒരു ഉമ്മായും പിന്നെ ഒരു മോനും കൂടെ വന്ന് ഈത്തപ്പഴത്തിൻ്റെ ചെറിയൊരു പെട്ടി തന്ന് അൽഹംദുലില്ലാ അവർ സന്തോഷം പങ്കിട്ടു. അതിൻ്റെ കൗതുകം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈത്തപ്പഴത്തിൻ്റെ ബിസിനസ്സാണ്, ഈത്തപ്പഴത്തിൻ്റെ ബിസിനസ്സാണ്. പലപ്പോഴും വീട്ടിലേക്ക് അദ്ദേഹം അങ്ങനെ ഈത്തപ്പഴം അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാറോ, അല്ലെങ്കിൽ ഈത്തപ്പഴം കഴിക്കുന്ന ഒരു ഫാമിലി അല്ല. വല്ലപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ കഴിക്കും, പിന്നെ റമദാനിൽ കഴിക്കും. പക്ഷേ ഈ ഒരു നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴും നമ്മുടെ മക്കൾക്ക് ആ ഈത്തപ്പഴം കൊടുക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വിഹിതമായിട്ട് നമുക്കും അതിനകത്ത് അജുവ ഈത്തപ്പഴം, പിന്നെ വേറെ ഒരു വലിയ മുഴുത്ത ഈത്തപ്പഴമൊക്കെ ഉണ്ടായിരുന്നു അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെ ഒരുപാട് പേര് ഈ വീഡിയോ നമ്മൾ കാണുകയും അതിന് ഉപകാരപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് അത്തിപ്പഴം, അതായത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ പഴമാണ്, ഖുർആനിൽ അല്ലാഹു പറഞ്ഞ പഴം അത്തിപ്പഴം. അതുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ മാത്രമല്ല ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബിമാരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്വഹാബി വന്ന് ഒരു കുറച്ച് അത്തിപ്പഴം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീട്ടി. നബി തങ്ങൾ അത് വാങ്ങിച്ചു. നബി തങ്ങൾ വാങ്ങിച്ചിട്ട് അത് സ്വഹാബിമാരോട് കുലു, നിങ്ങൾ ഭക്ഷിക്കുക, അതിനെടുത്ത് കഴിക്ക് എന്ന് നബി തങ്ങൾ പറഞ്ഞ, അതായത് നബി തങ്ങൾ കഴിക്കാൻ പറഞ്ഞ, കഴിക്കൽ സുന്നത്തായ
സുന്നത്തായ ഒരു ഫ്രൂട്ടാണ് എന്ത്? അത്തിപ്പഴം. അതായത് ഫിഗ് ഫ്രൂട്ട് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഫിഗ് ഫ്രൂട്ട് അതായത് അത്തിപ്പഴം വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. പിന്നെ ഇത് പലപ്പോഴും പല ആളുകളും അവഗണിക്കാറാണ് പതിവ്. ഇതൊന്നും കഴിക്കൂല, കാരണം അതിന് ഭയങ്കര വിലയാണ്. ഇതാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ കമൻ്റ് എടുത്ത് തന്നെ നോക്കിയാൽ കാണാം, ഓ എൻ്റെ പൊന്നു ഉസ്താദ് നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാം, നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ തരും, പക്ഷെ ഞങ്ങളെങ്ങനെ വാങ്ങും? ഞങ്ങൾക്ക് ആകെ പ്രയാസമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇനി അത്തിപ്പഴം വാങ്ങാൻ പോവുകയാണോ? ഇതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ കേട്ടാൽ, ഇതിൻ്റെ പ്രതിഫലം കേട്ടാൽ നിങ്ങൾ ഇന്ന് തന്നെ അത്തിപ്പഴം വാങ്ങും. കാരണം ഒന്നാമത് അതിൻ്റെ രുചി ഭയങ്കര രുചിയാണ്, നല്ല രസമാണത് കഴിക്കാൻ. പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ, ചില മക്കൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടും. മാത്രമല്ല അതിൻ്റെ ആരോഗ്യ ഔഷധ ഗുണങ്ങൾ വളരെ വലുതാണ്. പിന്നെ അതിൻ്റെ വിലയാണ് പ്രശ്നം. ഞാനൊന്ന് പറയട്ടെ, നമ്മൾ എത്ര ദിവസം കുഴിമന്തി വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്, എത്ര ദിവസം നമ്മൾ അൽഫാം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. 600 രൂപ, അതുപോലെ തന്നെ 650 രൂപ, 700 രൂപക്കൊക്കെ നമ്മൾ കുഴിമന്തിയും അൽഫാമും ഷവർമയൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. കഴിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആ ഒരു കുഴിമന്തി നമ്മൾ അതിങ്ങനെ കഴിക്കുന്നതിനേക്കാൾ നമ്മൾ ഈ ചിലപ്പോൾ പല സ്ഥലത്തും പല വിലയാണ് കേട്ടോ. 1000 രൂപയുണ്ട്, 1 കിലോ 1000 രൂപ അത്തിപ്പഴം, അല്ലെങ്കിൽ 950 രൂപ, അല്ലെങ്കിൽ 850, 750, അല്ലെങ്കിൽ 600. അവിടെ തൊട്ട് 600 തൊട്ട് തുടങ്ങുക പല നാടുകളിലും. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം മാർക്കറ്റിലാണ്. ഇവിടെയൊക്കെ 700, 750 രൂപയൊക്കെയാണ്. പല രൂപത്തിലുള്ള അത്തിപ്പഴമുണ്ട്. വാങ്ങുമ്പോൾ നല്ലത് തന്നെ വാങ്ങിച്ച് നമ്മൾ കഴിച്ചു നോക്കുക. വിലയാണ് പ്രശ്നം. നിങ്ങൾക്ക് അങ്ങനെ പറയാം, നിങ്ങൾക്കൊക്കെ കിട്ടുമല്ലോ, പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ് വാങ്ങാൻ. വിലയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ചോദിക്കട്ടെ, ഹോസ്പിറ്റലിൽ പോയി 5000-ഉം 6000-ഉം 7000 ഒക്കെ കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് ഡോക്ടർ പറയുമ്പോൾ തന്നെ കൊടുക്കുകയാണ്, ഹോസ്പിറ്റലുകാർ പറയുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുകയാണ്. കാരണം നമുക്ക് നിവൃത്തിയില്ല. പക്ഷേ ഒരു 600 രൂപക്ക് നമ്മളൊരു ഒരു കിലോ അത്തിപ്പഴം വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ ഒരു 750-800 രൂപക്ക് ഒരു അത്തിപ്പഴം വാങ്ങിച്ചാൽ 1 മാസം നമുക്ക് ഉപയോഗിക്കാനുണ്ട്. 1 മാസം ഉപയോഗിക്കാൻ. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? എല്ലാ സമയത്തും ഇങ്ങനെ കഴിച്ചുകൊണ്ട് അങ്ങനെയല്ല. നമ്മൾ എന്ത് കഴിച്ചാലും, ഇപ്പോൾ നമ്മൾ ഗുളിക നമ്മുടെ ഡോക്ടർമാർ തരുമ്പോൾ എല്ലാ സമയത്തും അത് കഴിച്ചുകൊണ്ടിരുന്ന അത് ഫലമുണ്ടാവില്ല. മറിച്ച് ആഹാരത്തിന് മുന്നേ ഇത്, ആഹാരത്തിന് ശേഷം ഇത് ഉച്ചക്ക് മാത്രം, ഇത് രാവിലെ മാത്രം, അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ ഡോക്ടർമാർ മരുന്ന് തരാറ്. എന്നതുപോലെ അത്തിപ്പഴം കഴിക്കേണ്ട ഏറ്റവും നല്ല രൂപം തലേന്ന് 2 എണ്ണം വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ല ശുദ്ധമായ കഴുകിയിട്ട് ഒന്ന് നല്ല വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ആ വെള്ളവും ആ അത്തിപ്പഴവും കൂടി കഴിക്കുക. ഇപ്പോൾ ഒരു അത്തിപ്പഴം കിട്ടുന്നത് എന്താ പറയുക, ഒരു റൗണ്ടിലായിരിക്കും. ഉള്ളിൽ ഒരു കയറ് പോലെ വെച്ച് അതിലിങ്ങനെ കോർത്തായിരിക്കും അത്തിപ്പഴം വെക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ 2 എണ്ണം വെച്ചെടുക്കാം. ഓരോ ദിവസം 2 എണ്ണം വെച്ചെടുക്കാൻ നമുക്ക് പറ്റുന്ന രൂപത്തിലാണ്. അത്ര ഉണ്ടാകും, ഏകദേശം 1 കിലോ ഒക്കെ വാങ്ങിച്ചാൽ. വളരെ നല്ലതെന്ന് പറഞ്ഞാൽ അത് കഴിച്ചു നോക്കുക. ഒരു മാസം നിങ്ങൾ കഴിച്ചു നോക്കി അതിനകത്ത് ഒന്നും കിട്ടിയില്ല എങ്കിൽ പിന്നെ എന്നെ കുറ്റം പറഞ്ഞോ, കുഴപ്പമില്ല. കാരണം അതിന് വലിയ പ്രതിഫലമുണ്ട്. പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഇതൊരു സുന്നത്ത് കൂടി കിട്ടുന്നു, നബി തങ്ങളുടെ ഒരു സുന്നത്ത് കിട്ടുന്നു. മാത്രമല്ല ഖുർആനിൽ അല്ലാഹു തആല ഒരു വസ്തുവിൻ്റെ പേര് പറഞ്ഞാൽ, ഒരു നിസ്സാരമായ വസ്തുവിൻ്റെ പേര് പറയോ, വത്തീൻ, അത്തിമരത്തെ തന്നെയാണ് സത്യം. അള്ളാഹു സത്യമിട്ട് പറഞ്ഞ ഒരു വൃക്ഷമാണ് അത്തിമരം. ഈ അത്തിമരം എന്ന് പറഞ്ഞാൽ അത് പണ്ട് നമ്മുടെ കേരളത്തിൽ സുലഭമായി ഉണ്ടായിരുന്നു എന്നാണ്. നമ്മുടെ വല്ലുമ്മയും വല്ലുപ്പൊക്കെ ഇവിടെ ഒരു അത്തിമരം ഉണ്ടായിരുന്നു, ഒരുപാട് അത്തിമരം. കാരണം അന്നത്തെ കാലത്ത് ഇത് അത്തിമരമാണ്, അല്ലെങ്കിൽ ഈ അത്തിമരത്തിൽ ഇന്ന ഫലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ ഇന്ന ഗുണങ്ങളുണ്ടെന്ന് ആർക്കും അറിയില്ല. അന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ചില വൈദ്യന്മാർക്കൊക്കെ അറിയാം എന്നതിലുപരിയായി നാട്ടുകാർക്ക് അങ്ങനെ അറിയില്ലായിരുന്നു അത്തിമരത്തിൻ്റെയോ അല്ലെങ്കിൽ അത്തിപ്പഴത്തിൻ്റെയോ പ്രതിഫലം. അത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു തരുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഉസ്താദെ നിങ്ങൾക്ക് ഇനി അത്തിപ്പഴം ആരെങ്കിലും കൊണ്ടുവന്ന് തരാനാണോ നിങ്ങളിങ്ങനെ പറയും? ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇനി ചില ആളുകൾ വിചാരിച്ചേക്കാം ഏതെങ്കിലും ഒരു അത്തിപ്പഴ കച്ചവടക്കാരൻ ഉസ്താദിനെ വലയിട്ടിട്ട് ഒരു എന്താ പറയുക, ഉസ്താദ് അത്തിപ്പഴത്തെ പറ്റി പറ, അങ്ങനെയെങ്കിലും കച്ചവടം ഉണ്ടാവട്ടെ എന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ എൻ്റെ മുഅ്മിനീങ്ങൾക്ക് ഈ ഒരു അറിവ് നിങ്ങൾക്ക് പകർന്നു തരണം എന്ന് വിചാരിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഒന്നാമത്തേത്, ഇത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഫ്രൂട്ടാണ്, ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞ ഫ്രൂട്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ച ഫ്രൂട്ടാണ്, സ്വഹാബിമാരോട് കഴിക്കാൻ പറഞ്ഞ ഫ്രൂട്ടാണ്, സ്വർഗ്ഗത്തിലെ പഴമാണെന്നും അഭിപ്രായമുണ്ട്. ഈത്തപ്പഴത്തെ പറ്റി പറഞ്ഞപ്പോഴും ഇങ്ങനെ തന്നെ, അത്തിപ്പഴവും ഇങ്ങനെ തന്നെ സ്വർഗ്ഗത്തിലെ ഫ്രൂട്ടാണെന്നാണ്. സ്വർഗ്ഗത്തിലെ ഫ്രൂട്ട് മാത്രമല്ല, അത്തിപ്പഴം
അതൊരു ഭക്ഷണമാണ്. അത്തിപ്പഴം നമുക്ക് ഭക്ഷണമായിട്ട് കഴിക്കാം. മരുന്നാണ്, പല വലിയ അസുഖങ്ങൾക്കുള്ള മരുന്നാണ്. മാത്രമല്ല അതൊരു പഴവും കൂടിയാണ്, ഒരു ഫ്രൂട്ടാണെന്ന നിലയിൽ നമുക്ക് ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അത്തിപ്പഴമൊക്കെ കഴിക്കുമ്പോൾ അത് ഇപ്പോൾ നമ്മളെ മരം, നിങ്ങൾ അത്തിപ്പഴത്തിൻ്റെ മരമൊക്കെ കണ്ടിട്ടുണ്ടാകാം. ഒരു എന്താ പറയുക, നമ്മൾ സാധാരണ ഒരു മരം, അതിൻ്റെ തടിയിൽ തന്നെ ചുറ്റിനും ഇങ്ങനെ അത്തിപ്പഴം ഇങ്ങനെ ഉണ്ടായി വരുന്ന രൂപത്തിലാണ് ഈ അത്തിപ്പഴത്തിൻ്റെ മരം. അപ്പോൾ നമ്മൾക്ക് നേരിട്ട് കാണുമ്പോൾ എന്തോ ഒരു കായ അല്ലെങ്കിൽ എന്തോ ഒരു ഇത് നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ കഴിച്ചു നോക്കിയാൽ അതിന് രുചി ഉണ്ടാവില്ല. ഡ്രൈ ഫ്രൂട്ടാണ് അത്തിപ്പഴം. അത് ഉണക്കിയിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണമുണ്ടാകുന്നത് കേട്ടോ. ഈ അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങൾ: 1, കഫത്തെ കുറക്കുന്നു. ഈ കഫം കൂടുമ്പോഴാണ് കൊഴുപ്പ് കൂടുക. കൊഴുപ്പ് കൂടിയാൽ നമുക്ക് മടി ഉണ്ടാകും. മടി കൂടിയാൽ നിസ്കരിക്കാൻ തോന്നൂല, നിസ്കരിക്കാതെ നേരെ നരകത്തിലേക്ക് പോകാം. അപ്പം നരകത്തിൽ നിന്നും കാക്കുന്ന ഫ്രൂട്ടാണ് എന്ത്? അത്തിപ്പഴം. എങ്ങനെ? കഫത്തെ കുറക്കുന്നു. കഫം കുറഞ്ഞാൽ നമുക്ക് ഊർജ്ജമുണ്ടാകുന്നു, നിസ്കരിക്കാനും മറ്റ് ഇബാദത്തെടുക്കാനും വലിയൊരു ആവേശമുണ്ടാകും. 2, നമ്മുടെ ശരീരം നന്നാവാൻ, അതായത് ഒരുപാട് വല്ല മസിലൊക്കെ വെക്കുമെന്നല്ല പറയുന്നത്. നമ്മൾക്കുള്ള ശരീരം, അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള, അത് ആണിൻ്റെ പെണ്ണിൻ്റെ ശരീരമാണെങ്കിൽ അതൊന്ന് ആരോഗ്യമുണ്ടാവും, ഒന്ന് പുഷ്ടിപ്പെടാൻ ഈ സാധനം കഴിക്കൽ നല്ലതാണ്. 3, ഒരുപാട് പെണ്ണുങ്ങൾ പറയുന്ന പരാതിയാണ്, ഇന്ന് ആണുങ്ങളും പറയുന്ന പരാതി. ഉസ്താദേ, ഈ മുടി ഇങ്ങനെ കയറി വരുന്നു. ചില ആളുകൾ പറയും ഹെൽമെറ്റ് വെച്ചിട്ടാണ്, ഹെൽമെറ്റ് വെച്ച മുടി എങ്ങനെ കൊഴിയുന്നത് എന്ന്. ഒരുപാട് ഡോക്ടർമാർ പറയും ഹെൽമെറ്റും മുടിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ എല്ലാവരും വെക്കുന്ന ഹെൽമെറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ തലയിൽ ചൊറി ഉണ്ടാകും, അതല്ലാതെ ഹെൽമെറ്റും മുടി കൊഴിച്ചിലും ബന്ധമൊന്നും ഇല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തുമാവട്ടെ, ഇന്ന് പെണ്ണുങ്ങൾ പറയുന്നു ഉസ്താദ് ഒന്നീരുമ്പോൾ തന്നെ എത്രയോ മുടിയാണ് കൊഴിഞ്ഞു പോകുന്നത്. അതായത് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. മുടി തഴച്ചു വളരാൻ, പുതിയ മുടി ഉണ്ടാവാനും പിന്നെ ഉള്ള മുടി പൊട്ടിപ്പോവാതിരിക്കാനും ഈ അത്തിപ്പഴം കഴിക്കൽ കൊണ്ട് നമുക്ക് തടയാൻ സാധിക്കും. 5, ഇന്ന് ഒരുപാട് ചെറുപ്പക്കാർ ഒരുപാട് പ്രശ്നത്തിൽ ആകുന്ന ഒരു രോഗമാണ് പൈൽസ് രോഗം, മൂലക്കുരു, അർശസ് എന്ന് പറയുന്ന രോഗം. അത് വേരോട് പിഴുതെറിയാൻ ഈ പഴത്തിന് സാധിക്കുമെന്നാണ്. എങ്ങനെ കഴിക്കേണ്ടതെന്ന് പറയാം. പിന്നെ മറ്റൊന്ന് ആമവാദം, രക്തവാദം. അതെന്താ അസുഖമൊന്നും അറിയില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുമൊക്കെ മാറാൻ ഡോക്ടർമാർ പറയുന്നു ഈ അത്തിപ്പഴം കഴിക്കൽ ശീലമാക്കണം. പിന്നെ മൂത്ര സംബന്ധമായ രോഗങ്ങൾ, ബ്ലഡ് കലർന്ന മൂത്രം വരിക, അല്ലെങ്കിൽ ഈ മൂത്രസഞ്ചിയിൽ വേദന ഉണ്ടാവുക, അല്ലെങ്കിൽ വൃക്കയിൽ കല്ലുണ്ടാവുക, അതൊക്കെ നമുക്ക് ശുദ്ധിയാക്കാനും ഇല്ലായ്മ ചെയ്യാനും ഈ അത്തിപ്പഴത്തിന് സാധിക്കും. കിഡ്നിയെ ശുദ്ധീകരിക്കുന്നതാണ്. ഗർഭിണികൾക്ക് അവരുടെ കുട്ടി ആരോഗ്യമുള്ള കുട്ടിയായി മാറാൻ ഈ പഴം കഴിക്കൽ കൊണ്ട് സാധിക്കുന്നതാണ്. പിന്നെയോ എല്ലുകൾ, അതായത് ഉറപ്പ്, നമ്മുടെ ശരീരത്തിനൊരു ഉറപ്പുണ്ടാകും. ഈ ജിമ്മിൽ പോകുന്ന ആളുകളൊക്കെ, അതായത് നമ്മളിപ്പോൾ നമ്മുടെ ശരീരം ഒന്ന് ഉറക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ അത്തിപ്പഴം ദിവസവും കഴിക്കൽ നല്ലതാണ്. പിന്നെ കൊഴുപ്പ് കുറയ്ക്കാൻ, കുടവയറ് കുറയ്ക്കാൻ ഇത് നല്ലതാണ്. അമിതവണ്ണം കുറയ്ക്കാൻ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ, ഹൃദയ സംബന്ധമായ ആരോഗ്യമുണ്ടാവാൻ, BP നിയന്ത്രിക്കാൻ, ദഹന പ്രശ്നങ്ങൾ മാറാൻ, അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി അത് ഉണ്ടാവാൻ, അതുപോലെ മഗ്നീഷ്യം, കാൽസ്യം, പൊട്ടാസ്യം, അയൺ, ഒമേഗ 6, അതുപോലെ തന്നെ വിറ്റാമിൻ K തുടങ്ങിയ ഒരുപാട് നമുക്ക് വേണ്ട ഒരുപാട് വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ ഈ അത്തിപ്പഴം കൊണ്ട് സാധിക്കുന്നതാണ്. കുടലിൻ്റെ ആരോഗ്യം, പ്രമേഹ രോഗികൾക്കും കഴിക്കാം, അമിതമാവരുതെന്ന് മാത്രം. അതുപോലെ തന്നെ ലൈംഗികമായ ആരോഗ്യം തുടങ്ങി 22ഓളം വലിയ രോഗങ്ങൾക്കുള്ള ശിഫായും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഈ അത്തിപ്പഴം കഴിക്കൽ കൊണ്ട് സാധിക്കുമെന്ന് ഇന്ന് നമുക്ക് സയൻസ് പറഞ്ഞു തരുകയാണ്, ഡോക്ടർമാർ പറഞ്ഞു തരുകയാണ്. ഇതുപോരെ എത്ര അസുഖങ്ങളാണ്. ഇതിനൊക്കെ നമ്മൾ ഓരോ ദിവസവും എത്ര ഗുളികകളാണ് കഴിക്കുന്നത്. ആ ഗുളിക വാങ്ങുന്ന പൈസ കൊണ്ട് നമുക്കിത് വാങ്ങിയാൽ നമ്മുടെ രോഗങ്ങൾ ശിഫയാക്കാം. ഇത് കഴിക്കേണ്ട പ്രധാനപ്പെട്ട രൂപം പറയുന്നത്: 1, 2 നല്ലതുപോലെ കഴുകിയിട്ട് ഒരു നല്ല വെള്ളത്തിൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ അതിട്ട് വെക്കുക. രാത്രി ഇട്ട് വെച്ചിട്ട് രാവിലെ ആ വെള്ളവും അതുപോലെ തന്നെ ആ 2 അത്തിപ്പഴവും ഇട്ട് കഴിക്കുക. ഇത് ദിവസം ഇങ്ങനെ തുടർച്ചയായി ചെയ്താൽ ഈ പറയപ്പെട്ട രോഗങ്ങളൊക്കെ മാറാനും ആരോഗ്യം വീണ്ടെടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 1 കഴിക്കാം, രാവിലെ എഴുന്നേറ്റതിന് ശേഷം 1 കഴിക്കാം. അങ്ങനെ പല രൂപത്തിൽ ഡോക്ടർമാർ പറയുന്നുണ്ട്. അപ്പോൾ ഈ അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങൾ വാനോളമുണ്ട്, എത്ര പറഞ്ഞാലും തീരില്ല. മുത്താണ് അത്തിപ്പഴം എന്നാണ് പണ്ട് അത്തിപ്പഴത്തെ പറ്റി കാർന്നോമാർ പറഞ്ഞത്. മുത്താണ് അത്തിപ്പഴം എന്നാണ്.
അമൂല്യമാണ്. അതായത് മുത്തെന്ന് പറഞ്ഞാൽ എന്താ, അത് വില കൂടിയതാണ്, അമൂല്യമാണ് എന്നതുപോലെയാണ് അത്തിപ്പഴം. ഇന്നിപ്പോൾ അതൊക്കെ വലിയ ഗൾഫുകാർ കഴിക്കുന്നതാ, വലിയ മുതലാളിമാർ കഴിക്കുന്നതാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമല്ല, നമ്മളൊക്കെ കഴിക്കേണ്ടതാണ്. പക്ഷെ കഴിക്കുന്ന പല ആളുകളും കഴിക്കാതിരിക്കാനുള്ള കാരണം ഭയങ്കര വിലയാണ്. ഇപ്പോൾ വിലയില്ലാത്ത എന്ത് സാധനം ഉള്ളത്? എല്ലാത്തിനും വിലയാണ്. 1/2 കിലോ ഈ മത്തി വാങ്ങുന്ന എന്താ വില? ഒരു 1/2 കിലോ മത്തി വാങ്ങിച്ചാൽ എത്ര നേരത്തൊക്കെ ഉണ്ടാകും? 1-2 നേരത്തൊക്കെ ഉണ്ടാകും. എന്നാൽ ആ സമയത്ത് അത്തിപ്പഴം വാങ്ങിച്ചാലോ, അത്തിപ്പഴം 1 മാസം ഉണ്ടാകും എന്ന് പറഞ്ഞ് ഇന്ന് മീനൊന്നും വാങ്ങണ്ട, അത്തിപ്പഴം വാങ്ങിയ അങ്ങനെയല്ല. നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇതും കൂടി ഒന്ന് വാങ്ങി വെക്കുക, നമ്മുടെ മക്കൾക്ക് കൊടുക്കുക, അവർക്കത് ഇഷ്ടമാകും. 1-2 പ്രാവശ്യം കഴിക്കുമ്പോൾ അയ്യേ ഇതെന്താ ഒരു കുരുകുരു പോലെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വിട്ടുമാറില്ല. അത്തരത്തിൽ ടേസ്റ്റുള്ള ഖുർആൻ പറഞ്ഞ, അല്ലേ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞ, അതുപോലെ ഹദീസ് നബിതങ്ങൾ പറഞ്ഞ ഒരു ഫ്രൂട്ടാണ് അത്തിപ്പഴം. അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ ശ്രേഷ്ഠത വാനോളമുണ്ട്, പറഞ്ഞാലും തീരില്ല. ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് നിങ്ങൾ കഴിച്ചില്ല എങ്കിലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ ഈ വീഡിയോ. അവർ കണ്ടിട്ട് അവർ ഒരുപക്ഷെ ഇത് വാങ്ങി കഴിച്ചാൽ അതിൻ്റെ കൂലി അള്ളാഹു നമുക്കും തരും, അവർക്കും കൊടുക്കും. ഈത്തപ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ശരിയാണ് ഉസ്താദ്, ഞങ്ങൾ റമദാനിൽ കഴിച്ചതാ, പിന്നെ തൊട്ടിട്ടില്ല ആ സാധനം, പോയി കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങിയ ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള ഈ കുറേ കുഴിമന്തി, ഞാൻ പറയട്ടെ, എനിക്ക് നല്ല ഇഷ്ടമാണ് കുഴിമന്തിയും അൽഫാമൊക്കെ, ഞാൻ ഒരുപാട് കഴിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ നമ്മളൊന്ന് ലിമിറ്റ് ചെയ്ത് ഇതുപോലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ കഴിച്ചാൽ നമുക്ക് വളരെ ശരീരത്തിന് ആരോഗ്യമുണ്ടാകും. ആരോഗ്യം സംരക്ഷിക്കൽ ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. ഇത് അല്ലാഹ് നമുക്ക് തന്ന ശരീരമാണ്, അല്ലാഹ് തന്നതാ. അത് ആരോഗ്യത്തോടു കൂടി സൂക്ഷിക്കൽ നമ്മുടെ കടമയാണ്. അതിൽ ആരോഗ്യ സംരക്ഷണത്തിൽ പെട്ടതാണ് ഈ സാധനങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ കഴിക്കേണ്ടതുണ്ട്, കഴിക്കാൻ പാടില്ലാത്തതുണ്ട്, കഴിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നാമത് ഈത്തപ്പഴം, 2 അത്തിപ്പഴം. ഇത് നബിതങ്ങൾ കഴിച്ചിരുന്ന 2 ഫ്രൂട്ടുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല സ്വർഗ്ഗത്തിൻ്റെ ഫ്രൂട്ടുകൾ കഴിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. ഒരുപാട് പേര് കമൻറ്റിലൂടെയൊക്കെ ദ്വാരക്കാൻ പറഞ്ഞു, ഒരുപാട് പ്രയാസമാണ് ഉസ്താദെ, പ്രശ്നമാണ്, സങ്കടമാണ്, രോഗമാണ്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റി കൊടുക്കട്ടെ. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിന് പോകുന്ന ഹാജിമാർ അൽഹംദുലില്ലാ അല്ലാഹു തആല അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.